ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നമുക്ക് മീനിന് പകരമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു ഫ്രൈ ആണ്. നമ്മൾ വീട്ടിലുണ്ടായിട്ടുള്ള വഴുതനങ്ങ തന്നെയാണ് കേട്ടോ. നല്ല നീളമുള്ള വഴുതനങ്ങയാണ്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചെടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരുവിധം സ്ഥലങ്ങളെല്ലാം കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ. ഞങ്ങളുടെ ഇവിടെയും മെയിൻ മാർക്കറ്റ് എല്ലാം പൂട്ടി, അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളും എല്ലാ ഷോപ്പുകളും എല്ലാം പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ രക്ഷയുള്ളൂ. നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്കൊരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഈ കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഈ ഫ്രൈക്ക് ഒരു നന്നായിട്ടൊരു ക്രിസ്പിനെസ് കിട്ടും. ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുട്ടികൾക്കായ കാരണം കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സ്പൂൺ കൊണ്ട് ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതാദ്യം അങ്ങനെ ഒരു കട്ടി പോലെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മളിത് ഇളക്കി ഈ വഴുതനങ്ങ ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ക്രീമി ഇതായിരിക്കും കേട്ടോ. നമുക്ക് ഈ വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. സ്പൂൺ കൊണ്ട് യോജിപ്പിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തേക്കും എത്തില്ല ഈ മസാല എന്നും. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി കേട്ടോ. വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം തന്നെ നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാം. അധികം നേരം വെക്കരുത്. അപ്പോൾ ഇതിന് വെള്ളമൊക്കെ ഊർന്നിട്ട് ഇതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഞാനൊരു 2-3 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ടൈം മതി ഇതൊന്ന് സെറ്റായി കിട്ടാൻ. ഇനി നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നല്ല ചൂടായ ശേഷം ഇതിങ്ങനെ ഓരോന്നോരോന്നിട്ട് നന്നായിട്ട് 2 സൈഡും ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അധികം ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു കത്തി വെച്ചിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ആ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേപ്പിലയുടെ മണം ഈ വഴുതനങ്ങയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലാണ് ഉണ്ടാവുക, നല്ല ടേസ്റ്റും. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഒരു സ്റ്റെയിനറിലോട്ട് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ വേപ്പിലയുടെയും എല്ലാത്തിൻ്റെയും സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ ഇത്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് കണ്ടോ, എത്ര ക്രിസ്പിയാണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി അടുത്ത സിമ്പിൾ റെസിപ്പി ആയിട്ട് വരാം. താങ്ക്